voice of God. God through evangelist Shaji Joseph. യേശുവിൻ നാമത്തിൽ ജയമുണ്ട്. എഴുന്നേൽക്ക യേശുവിൻ നാമത്തിൽ ജയമുണ്ട്. തോൽവിയില്ല, ഇനി തോൽവിയില്ല. തോൽവിയെ കുറിച്ചുള്ള ചിന്ത വേണ്ട. തോൽവിയില്ല, ഇനി തോൽവിയില്ല. തോൽവിയെ കുറിച്ചുള്ള ചിന്ത വേണ്ട. എന്റെ ചിന്ത ജയം മാത്രം. വെൽക്കം ടു ദ ടീച്ചിങ് മിനിസ്ട്രി ഓഫ് ഇവാഞ്ചലിസ്റ്റ് ഷാജി ജോസഫ്. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്ന ഈ ദൈവജന സന്ദേശം കേൾക്കുവാനായി വിശുദ്ധ വേദപുസ്തകവും നോട്ട്ബുക്കും എടുത്തുകൊണ്ട് ഇപ്പോൾ വരിക. ഈ ശുശ്രൂഷ അനുഭവിക്കാൻ ദൈവം വലിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. പാസ്റ്റർ ഷാജി ജോസഫിൻ്റെ 2 പുസ്തകങ്ങൾ ഇറക്കിയത് 2 വായിക്കാൻ എനിക്കിട വന്നു. എൻ്റെ ആത്മീയ ജീവിതത്തിലെ ഏറ്റവും മറിച്ച് കളയുന്ന, മാറ്റിമറിക്കുന്ന ഒരു അനുഭവമായിരുന്നു അത്. എന്താണെന്ന് ചോദിച്ചാൽ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് എനിക്ക് എൻ്റെ ആത്മീയ ജീവിതത്തിൽ തന്നത്. 2 ശുശ്രൂഷകൾ നമ്മുടെ ജീവിതത്തിൽ നടക്കണം. ഒന്ന് യേശുവിലേക്കുള്ള ശുശ്രൂഷ, 2 യേശുവിന്റെ ശുശ്രൂഷ. ദൈവരാജ്യത്തിലേക്ക് മടക്കയാത്രയും ഒരു യഥാർത്ഥ ക്രിസ്തുവിന്റെ അനുയായി എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ശരിക്കുള്ള അറിവ് കിട്ടി. ഈ 3 ദിവസത്തെ ക്ലാസ് എൻ്റെ ജീവിതം മുഴുവൻ മാറ്റിമറിച്ചു. മനുഷ്യന്റെ അവൈലബിലിറ്റി ദൈവത്തിന്റെ എബിലിറ്റിയും കൂടെ അങ്ങ് കൂടിച്ചേരും. ചേഞ്ചസ് ദൈവം ഉണ്ടാക്കും. ഇത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. പക്ഷെ ഒരു വിഷയം, എപ്പോൾ നമ്മൾ ലോകത്തിലേക്ക് മാറുന്നു അപ്പോൾ ദൈവാത്മാവിന്റെ ശക്തി മാറി നിൽക്കും. കാരണം ലോകത്തിന് അവനെ പ്രാപിക്കാൻ കഴിയുള്ളതല്ല. മറഞ്ഞിരുന്നു നിധി കിട്ടിയ പ്രതീതിയോടെ ഈ 3 ദിവസം വളരെ അനുഗ്രഹം, തുടർന്ന് കേൾക്കാനുള്ള ആഗ്രഹം. പിതാവിന് പറയാനുള്ള എന്നാന്നറിയാമോ? സഭയോട് ഇന്ന് ദൈവജനത്തോട് പറയാനുള്ള എന്നാന്നറിയാമോ? കുഞ്ഞെ, ഇവിടെ കിടന്ന് കറങ്ങി നടക്കാതെ നീ വീട്ടിൽ പോകാൻ നോക്ക്. എന്റെ പുത്രനായ യേശുവിനെ ഞാൻ ഇവിടെ അയച്ചത് ഒരു വഴി ഒരുക്കി. എന്തിനാന്നറിയാമോ? നീ ഇവിടെ കിടന്ന് കറങ്ങി നടക്കാനല്ല, യേശു ഒരുക്കിയ വഴിയിലൂടെ നീ കടന്നു പോകും നിന്റെ വീട്ടിലേക്ക്. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ദ വോയിസ് ഓഫ് ഗോഡ് എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രിയരെ, വളരെ പ്രാധാന്യമർഹിക്കുന്ന, മാനുഷിക ജീവിതത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഈ സന്ദേശം എൻ്റെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കുവാനിടയായി. എൻ്റെ ചിന്തകളിൽ വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കുവാനിടയായി. ആത്മീയമായി അടുത്തൊരു തലത്തിലേക്ക് ഉയരുവാൻ ഈ സന്ദേശം എന്നെ സഹായിച്ചു. തീർച്ചയായും ഈ സന്ദേശം നിങ്ങളെയും സഹായിക്കും. നമുക്ക് ഒരുമിച്ച് ഈ സന്ദേശത്തിനായി ചെവി കൊടുക്കാം. തെറ്റായ ഡയറക്ഷനിലേക്ക് മനുഷ്യരെ തള്ളിക്കൊണ്ടുപോകുന്ന പിശാചിന്റെ വെബ്ബാണ് ഈ ലോകം. അതിലേക്ക് നമ്മൾ മുന്നോട്ടേക്ക് പോകരുത്. അതിലേക്ക് നാം മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ, പ്രിയ ദൈവത്തിന്റെ ജനമേ, നാം അവതാളത്തിലാകും, നാം വീഴും. ആരും നമ്മളെ പറഞ്ഞു തരുവാൻ കഴിയത്തില്ല. ഈ കൂട്ടത്തിൽ ദൈവവേല ചെയ്യുന്ന പലരുമുണ്ടല്ലോ. ഈ സമയത്ത് ദൈവവേല ചെയ്യുന്നവരോട് ഒരു കാര്യം പറഞ്ഞോളട്ടെ. കഴിഞ്ഞ 2 മാസം മുമ്പ് ഒരു ഡൽഹി മീറ്റിംഗിൽ കേരളത്തിൽ നിന്ന് കുറച്ച് യുവാക്കന്മാർ കർത്താവിന്റെ വേലയ്ക്കായിട്ട് ഓടി കടന്നു വരുവാനായിട്ട് ഇടയായി. ആ ഓടി കടന്നു വന്നപ്പോൾ, ഞാൻ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ആ സഹോദരങ്ങൾ അടുത്തു വന്നു. ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. സഹോദരങ്ങളെ, നിങ്ങൾ അന്വേഷിക്കുന്നതും ചെയ്യുന്നത് ഏറ്റവും നല്ല വേലയാണ്. 1 തിമോത്തി 3:1 പറയുന്നു, ഒരുവൻ അധ്യക്ഷ സ്ഥാനം ആഗ്രഹിച്ചാൽ അവൻ നല്ല വേല ആഗ്രഹിക്കുന്നു. Glory to God. Hallelujah. ആ ഭാഗം ഒന്ന് വായിച്ച്. ഒരുവൻ അധ്യക്ഷ സ്ഥാനം കാംക്ഷിക്കുന്നുവെങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു. ഒരുവൻ അധ്യക്ഷ സ്ഥാനം കാംക്ഷിക്കുന്നുവെങ്കിൽ നല്ല വേല, അതായത് മൂപ്പന്റെ സ്ഥാനം, ഒരു ദൈവത്തിന്റെ വേല ആഗ്രഹിക്കുന്നുവെങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു. പറഞ്ഞ അടുത്തിരിക്കുന്നവരോട് പറഞ്ഞു, നല്ല വേലയാന്ന് പറഞ്ഞേ. നല്ല വേലയാണ്. ദൈവത്തിന്റെ
വേലകളെല്ലാം നല്ലതാ, അടുത്ത വ്യക്തിയോട് സുവിശേഷം പറയുന്ന നല്ലതാ, എല്ലാം നല്ല വേലയാ. ഗ്ലോറി. പക്ഷേ ഒരു സമയം മറക്കരുത്, ഇതിനേക്കാൾ അപകടം പിടിച്ച വേല വേറെ ഒന്നുമില്ലതാനും. ഇതൊരു ഭാഗത്ത് നല്ല വേലയാ, മറുഭാഗത്ത് ഇതിനേക്കാൾ അപകടം പിടിച്ച വേല വേറെ ഒന്നും ഇല്ലേയും താനും. മനസ്സിലായോ? ആമേൻ. ഇവിടെ കൊണ്ട് നിർത്തരുത്. യാക്കോബ് 3:1 കൂടി വായിച്ചു, എന്നാൽ ഇതിലൊരു ബാലൻസ് കിട്ടത്തുള്ളൂ. വായിച്ച് യാക്കോബ് 3:1. സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാരാകരുത്. സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത്. അപ്പോ നല്ല വേലയുമാണ്, അപകടം പിടിച്ച വേലയും കൂടെയാണ്. അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത്. ആ സഹോദരങ്ങളുടെ മുഖത്തോടുകൂടി വാടി. കാരണം ഈ പാവങ്ങള് അവർക്ക് അറിഞ്ഞുകൂടാ, അവർ വൺ സൈഡ് മാത്രമേ കേട്ടുള്ളൂ. വൺ സൈഡ് മാത്രമേ, ഒരു നാണയത്തിന് ഒരു സൈഡല്ല, രണ്ട് സൈഡ് കൂടി ഉണ്ട്. രണ്ടും കൂടി ആകുമ്പോഴാണ് വാല്യൂ ഇല്ലേ? ആമേൻ. ഇന്ന് ലോകം വൺ സൈഡ് പ്രസംഗിക്കുന്ന ലോകമാ, മറുഭാഗം പ്രസംഗിക്കുന്നില്ല. യോഹന്നാന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുകയാണ്, ദൈവം സ്നേഹമാ, ഇത് മാത്രമേ പ്രസംഗിക്കത്തുള്ളൂ. എന്നാൽ ഹെബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുക, ഇതേ ദൈവം, സ്നേഹമാകുന്ന ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയോടെയാ. രണ്ടും പറയണം, എന്നാലേ ബാലൻസ് ആകത്തുള്ളൂ. ഗ്ലോറി. ഹല്ലേലൂയ. റോമൻസ് 6:23 പറയുക, നിത്യജീവൻ ദൈവത്തിന്റെ ദാനമാ. ശരിയാ, ദാനമാ. എന്നാൽ ഗലാത്യ ലേഖനം 6:8 പറയുക, കുഞ്ഞെ, നീ ആത്മാവിൽ വിതച്ചതിന്റെ കൊയ്ത്താണ് നിത്യജീവൻ. അപ്പൊ ദാനമല്ലയോ? രണ്ടും ശരിയാ. ഒരു ഭാഗം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കരുത്. ഹല്ലേലൂയ. ഒരു നാണയത്തിന്റെ രണ്ട് സൈഡും ഉണ്ട്. രണ്ട് സൈഡ് നാം പറയുവാനായിട്ട് ഇടയാകണം. ദൈവത്തിന്റെ വേല എല്ലാം നല്ലതാ, ഉപദേശിക്കുന്നത് നല്ലതാ, പക്ഷെ അതോടൊപ്പം തന്നെ അത് അപകടം നിറഞ്ഞതുവാ. ആമേൻ. പ്രിയരെ, ഈ നാളിൽ നമ്മൾ ഒരു സൈഡല്ല, ഒറ്റക്കാലം ക്രിസ്ത്യാനി ആയിട്ടല്ല. നിങ്ങൾ സ്ക്രീനിൽ ഒറ്റക്കാലിനെയൊക്കെ കാണും. ഒറ്റക്കാലം ക്രിസ്ത്യാനി ആയിട്ടല്ല, ഇരുകാലുള്ള ക്രിസ്ത്യാനികളായി. ആമേൻ. പിതാവിന്റെ ഇഷ്ടം ഭൂമിയിൽ ചെയ്യുന്നവരായി ഈ ദിവസങ്ങൾ തീർക്കുവാൻ തക്കവണ്ണമുള്ള ഒരു കണ്ണു തുറക്കൽ സ്വർഗത്തിലെ ദൈവം ഈ ദിവസങ്ങളിൽ ചെയ്യും. കണ്ണു തുറക്കും. നമ്മുടെ കണ്ണ് തുറന്നാൽ നിങ്ങൾ ഏതെങ്കിലും ബൈബിൾ കോളേജിൽ പോയി 25 വർഷം പഠിക്കുന്നതിനേക്കാൾ അധികമായി സ്വർഗത്തിലെ ദൈവം ഈ 3 ദിവസം കൊണ്ട് നിങ്ങളുടെ കണ്ണ് തുറക്കും. 3 ദിവസം കൊണ്ട് കണ്ണ് തുറക്കും. അനേക ദുരുപദേശങ്ങളുടെ കെട്ടുകൾ പൊട്ടും. ദുരുപദേശങ്ങൾ ഒന്നും പറയത്തില്ല, ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള കാര്യം മാത്രമേ ഇവിടെ പറയത്തുള്ളൂ. ബൈബിള് പറയുമ്പോൾ നിങ്ങളുടെ അകത്ത് അത് കേട്ടതാ, അത് ശരിയല്ലോ, ഇത് കേട്ടതാ അങ്ങനെയല്ലോ, ഇത് കേട്ടതാ അങ്ങനെയല്ലല്ലോ, ബൈബിള് മാത്രം വിളിച്ചു പറയും. വിളിച്ചു പറയുമ്പോൾ നിങ്ങളുടെ വഴികൾ നേരെയാകും. എങ്ങനെയാ നേരെയാകുന്നേ? സത്യം അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. എന്താ സത്യം? ദൈവത്തിന്റെ ഹൃദയത്തിലെ ചിന്തകളാണ് സത്യം. അതിന്റെ മാനിഫെസ്റ്റേഷൻ ആണ് വചനം. നിന്റെ വചനമല്ലോ സത്യം. ഈ ദിവസങ്ങൾ നിങ്ങളത് അറിയും, മനസ്സിലാക്കും. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി പോകണം. ഒരു ക്ലാസ് പോലും മിസ്സാകരുത്. ഇപ്പൊ നിങ്ങൾ കേട്ട ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഒരു ക്ലാസ് പോലും മിസ്സാകരുത് എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. മിസ്സായാൽ നഷ്ടമുണ്ടാകാൻ പോകുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. കാരണം നിങ്ങൾ മറ്റുള്ളതിന് വേണ്ടി ചെലവാക്കുന്ന സമയം, മുഴുവൻ സമയം ചെലവാക്കിയിട്ടും അതുകൊണ്ട് പ്രയോജനമില്ല. പക്ഷേ ഇവിടെ ഒരു അല്പസമയം ദൈവത്തിന്റെ പാദപീഠങ്ങളിൽ ഇരുന്ന് ദൈവത്തിന്റെ സ്വരം കേട്ടാൽ നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ ചുറ്റുപാടുമുള്ള അനേകർക്ക് നിങ്ങൾ വഴി ഒരു വലിയ പ്രയോജനകരമായി തീരും. ഗ്ലോറി. ഹല്ലേലൂയ. തുടർന്ന് ആ ഫാദേഴ്സ് ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കും. കാലം തികഞ്ഞത്, സമയം തീർന്നു നിന്നാന്ന് മനസ്സിലാക്കും. ദൈവരാജ്യം സമീപിച്ചത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കും. നാം അവിടെ എന്ത് ചെയ്യണം എന്ന് മനസ്സിലാക്കുവാനായിട്ട് ഇടയാകും. ആമേൻ. ഇപ്പോൾ ദൈവത്തിന്റെ വ്യൂ മാത്രമേ നാം കണ്ടുള്ളൂ. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചു. ഇതെന്താണ്? ദൈവം കാണുന്നതാണ് ദൈവം പറയുന്നത്. ആമേൻ. നമ്മൾ ചെയ്യേണ്ടതല്ല ദൈവം പറഞ്ഞേ, ദൈവം കാണുന്നതാ പറഞ്ഞേ. മനസ്സിലായി? നമ്മൾ ചെയ്യേണ്ടതിന് വരുന്നതേ ഉള്ളൂ. ദൈവം കാണുന്നത് ഇതാ. ഇനി അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വരുന്നുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്.
തുടർന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ മനസ്സിലാക്കി തരുവാനായിട്ട് ഇടയാകും. കരമെടുത്ത് കർത്താവിന് സ്തോത്രം ചെയ്താണ്. ഫാദേഴ്സ് ബിസിനസ് എന്ന് പറയുന്ന അനുഗ്രഹീതമായ പുതിയൊരു പുസ്തകം, പുതിയൊരു സന്ദേശം. ഇതിന്റെ പ്രൂഫ് വായിച്ച ദൈവദാസന്മാർ ചിലർ അഭിപ്രായപ്പെട്ടത് ഇത് നന്മയിലേക്കുള്ള ഒരു ആത്മീയ വിപ്ലവമായി തീരും ഈ പുസ്തകത്തിലെ സന്ദേശം എന്നാണ്. ഇത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഒരു വഴിത്തിരിവായിരിക്കും. തീർച്ചയായും ഈ പുസ്തകത്തിലെ വചനങ്ങൾ നിങ്ങൾക്ക് ഒരു ആത്മീയ ഉണർവും ഒരു ആത്മീയ സന്തോഷവും ഒരു നവചൈതന്യവും ഉണ്ടാക്കും. ദൈവരാജ്യം അവകാശമാക്കുവാൻ ഈ പുസ്തകത്തിലെ സന്ദേശം നിങ്ങളെ സഹായിക്കും. കുഞ്ഞുങ്ങളെ, അകത്തെ കെട്ട് പൊട്ടുമ്പോൾ പുറത്തേതും പൊട്ടും. പുറത്ത് കെട്ടുള്ളതിന്റെ കാരണം അകത്ത് കെട്ടുള്ളത് കൊണ്ടാണ്. അകത്തെ കെട്ടഴിഞ്ഞാൽ പുറത്തേത് പൊട്ടും. പുറത്തെ കെട്ട് പൊട്ടാൻ നടന്ന് പൊട്ടും വീണ്ടും കെട്ടും, പൊട്ടും വീണ്ടും കെട്ടും, പൊട്ടും വീണ്ടും കെട്ടും. എന്നാൽ അകത്ത് പൊട്ടിയാൽ പുറത്ത് എന്നേക്കുമായി സ്വതന്ത്രമാകും. പുത്രൻ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കിയാൽ നിങ്ങളുടെ യഥാർത്ഥ സ്വതന്ത്രരാ. ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. തുടർന്ന് നാം അത് മനസ്സിലാക്കുവാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ അനുഭവിച്ചാലും അനുഭവിച്ചില്ലേലും ആരും കൂടെ ഉണ്ട്. ഹല്ലേലൂയ. അനുഭവിച്ചാലും അനുഭവിച്ചില്ലേലും കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. എന്താ തെളിവ്? തന്റെ വാക്കുമാറാൻ തനിക്ക് കഴിയത്തില്ല. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടെന്ന് പറഞ്ഞ കർത്താവിന് വാക്കുമാറുവാൻ കഴിയത്തില്ല. നമുക്ക് പല സമയത്തും പല തോന്നലല്ലേ. ചിലപ്പോ ദൈവസാന്നിധ്യം തോന്നും, ഐ ഫീൽ ദ പ്രസൻസ് ഓഫ് ദി ലോർഡ്. അല്ലാത്തപ്പോ സ്റ്റിൽ ലോർഡ് ഈസ് വിത്ത് യു. അത് തോന്നിയാലും ശരി തോന്നിയില്ലല്ലോ ശരി, ദൈവം നിന്നോട് കൂടെ ഉണ്ടാകും. വീണ്ടും ജനിച്ച വ്യക്തിയെ ദൈവം നിന്നോട് കൂടെ ഉണ്ട്. ദൈവം നിന്നോട് കൂടെ ഉണ്ട്. ചില സമയത്ത് അത് ഫീൽ ചെയ്യുന്നതേ ഉള്ളൂ. മനസ്സിലായോ? എന്തുകൊണ്ട് മറ്റു സമയത്ത് ഫീൽ ചെയ്യാത്തതെന്നറിയാമോ? അകത്ത് ലോക ചിന്ത വരുമ്പോ ഫീൽ ചെയ്യത്തില്ല. കാരണം ലോകത്തിന് അവനെ പ്രാപിക്കാൻ പറ്റത്തില്ല. ലോകത്തിന് അവനെ പ്രാപിക്കാൻ പറ്റത്തില്ല. എന്നാൽ നിങ്ങൾ വചനം ധ്യാനിക്കുമ്പോ ദൈവസാന്നിധ്യത്തിൽ കയറി വരുന്നത് കാണാം. ആരാധിച്ച് ദൈവസാന്നിധ്യം കയറി വരുന്നത് കാണാം. എന്താ? എപ്പോ ദൈവിക ചിന്ത വരുമ്പോ അപ്പോൾ ദൈവസാന്നിധ്യം നിങ്ങൾ അനുഭവിക്കുക. എപ്പോൾ ലോകത്തിന്റെ ചിന്ത വരുമ്പോ അപ്പോൾ ദൈവസാന്നിധ്യം താഴേക്ക് ഇറങ്ങി നമ്മുടെ കൂടെ തന്നെ വസിക്കും. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ നമുക്ക് ഫീൽ ചെയ്യില്ലെന്നേ ഉള്ളൂ. കാരണം ലോകത്തിന് അവനെ പ്രാപിക്കാൻ കഴിയത്തില്ല. ഗ്ലോറി. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാന്നറിയാമോ? ദൈവത്തിന്റെ വചനം പറയുന്നത് വാട്ട് യു തിങ്ക് ഇൻ ഹിസ് ഹാർട്ട് സോ ഈസ് ഹി. മീൻസ് മനുഷ്യൻ എന്ന് വെച്ചാൽ ചിന്തിക്കുന്നവനാണ്. അപ്പൊ നിങ്ങളുടെ ചിന്തയിൽ നിങ്ങൾ ലോകം ചിന്തിക്കണമെങ്കിലോ ലോകത്തിന് അവനെ പ്രാപിക്കാൻ കഴിയത്തില്ല. നിങ്ങളുടെ ചിന്തയിൽ നിങ്ങൾ ദൈവരാജ്യമാണ് വചനമാണ് ചിന്തിക്കണമെങ്കിലോ ആ വ്യക്തിക്ക് അത് അനുഭവിക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി ടു ഗോഡ്. പറഞ്ഞേ, കർത്താവ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. ഒന്നുകൂടി പറ. ഫീൽ ചെയ്താലും ഫീൽ ചെയ്തില്ലാലും കർത്താവ് കൂടെ ഉണ്ട്. ആമേൻ. ഗ്ലോറി ടു ഗോഡ്. പ്രിയരെ, വളരെ പ്രധാനപ്പെട്ട വളരെ സന്തോഷം, എൻ്റെ ജീവിതത്തിൽ വളരെ സന്തോഷം ഉണ്ടാക്കിയ ചില വെളിപ്പാടുകൾ സ്വർഗത്തിൽ ദൈവം തരുവാനായിട്ട് ഇടയായി. അതാണ് നാം കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത്. രാവിലെ കാലങ്ങളിൽ നാം കേട്ടത് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. എന്നാൽ ഈ തുടർന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളാണ്. ധാരാളം ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടും. ഈ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് 3 റിലത്തിൽ ഇൻഫർമേഷൻ ഉണ്ട്. ഈ ലോകത്തിന്റെ ജ്ഞാനം, തുടർന്ന് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനം, തുടർന്ന് ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പ് മുൻ നിയമിച്ചതും മറഞ്ഞിരിക്കുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ ജ്ഞാനത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ എഞ്ചിനീയർ ആകും, ഡോക്ടർ ആകും, പൈലറ്റൊക്കെ ആകുമായിരിക്കാം. എന്നാൽ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനം, അതാണ് പിശാചുക്കളുടെ ജ്ഞാനം. അതിൽ നിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ പൈലറ്റുമാരെയും എഞ്ചിനീയർമാരെയും ഡോക്ടർമാരെയൊക്കെ തോപ്പിക്കുന്ന രീതിയിലുള്ള ജ്ഞാനം നിങ്ങൾക്ക് കിട്ടും. അതാണ് പിശാചിന്റെ ജ്ഞാനം. എന്നാൽ അതിന്റെ ആ ജ്ഞാനം സ്വീകരിച്ച് തുടർന്ന് നരകത്തിലേക്ക് നമ്മൾ യാത്രയാകും. എന്നാൽ അതിനേക്കാൾ ഉപരിയായ ഒരു ജ്ഞാനമുണ്ട്, ഏറ്റവും ഉയർന്ന ജ്ഞാനം. അതാണ് പൗലോസ് പറഞ്ഞ ഞങ്ങൾ പ്രസംഗിക്കുന്ന ആ ജ്ഞാനമാണ്. ഗ്ലോറി ടു ഗോഡ്. അതാണ് ദൈവത്തിന്റെ ജ്ഞാനം. അത് മറഞ്ഞിരിക്കുന്നതാണ്. ഗ്ലോറി ടു ഗോഡ്. അത് നമ്മൾ പ്രാപിച്ചാൽ നമ്മൾ ഈ പിശാചല്ല ഏത് വ്യക്തി എവിടെ ആര് വന്നെന്ന് പറഞ്ഞാലും ആ ജ്ഞാനത്തിന് മുകളിൽ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ആ ജ്ഞാനത്തിൽ പ്രവർത്തിക്കുന്നതിന് സകലത്തെയും കീഴടക്കും. കാരണം ദൈവത്തിന്റെ ജ്ഞാനമാണ്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അതാണ് സത്യം. ദൈവത്തിന്റെ ഹൃദയത്തിലെ ചിന്തകൾ, ആ ചിന്തകൾ വചനമായി മാനിഫെസ്റ്റ് ചെയ്യും. അതാണ് സത്യം. അത് നമ്മൾ അറിയുമ്പോഴാണ് നാം സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത്. അത് നിത്യമായ സ്വാതന്ത്ര്യമായിരിക്കും. ഗ്ലോറി ടു ഗോഡ്. ദൈവം ഈ ദിവസങ്ങളിൽ കേരളത്തിന് ഇത് റിലീസ് ചെയ്യാൻ പോവുകയാണ്.
ഗ്ലോറി ടു ഗോഡ്. അല്ലെങ്കിൽ ഒമാനിൽ ഇത് റിലീസ് ചെയ്തിട്ടുണ്ട്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് റിലീസ് ചെയ്തിട്ടുണ്ട്, ഡൽഹിയിൽ ഇത് റിലീസ് ചെയ്തിട്ടുണ്ട്, ഛത്തീസ്ഗഡിൽ റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ ഇത് റിലീസ് ചെയ്തിട്ടില്ല, കേരളത്തിൽ ഇത് റിലീസ് ചെയ്യാൻ പോവാണ്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. പിശാചിൻ്റെതായ സ്ഥാനങ്ങളും കെട്ടുകളും അഴിഞ്ഞു മാറാൻ പോവുകയാണ്. ഗ്ലോറി. ഹല്ലേലൂയ. പ്രിയരെ, ഈ സന്ദേശത്തിന്റെ പേരാണ് റിട്ടേൺ ജേർണി ആൻഡ് ദ ലോ ഓഫ് ദ സ്പിരിറ്റ്. മടക്കയാത്രയും ആത്മാവിന്റെ നിയമവും. മടക്കയാത്രയും ആത്മാവിന്റെ നിയമവും. മനുഷ്യ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും ദാരുണമായ സംഭവം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പലർക്കും പലതും പറയാനുണ്ടാകും. മനുഷ്യ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും ദാരുണമായ സംഭവമാണ് ശിക്ഷാവിധിയിൽ ആദം വീണത്. ശിക്ഷാവിധിയിൽ ആദം വീണത്. എന്തിനും ആദിയിൽ നിന്ന് ആരംഭിച്ചാൽ നാം തെറ്റിപ്പോകത്തില്ല. ഇരുപത്തഞ്ച് നിലയുള്ള ബിൽഡിങ്ങിന്റെ 23-ാം നിലയിൽ ഒരു ക്രാക്ക് വന്നു കഴിയുമ്പോൾ അതിന്റെ കാരണം 25-ാം നിലയോ 22-ാം നിലയോ ആയിരിക്കണമെന്നില്ല. അതിന്റെ കാരണം അതിന്റെ അടിസ്ഥാനമാണ്. അടിസ്ഥാനത്തിന് ഒരു കേട് വന്നാൽ ബിൽഡിങ്ങിന്റെ മുകളിൽ മൊത്തം കേടുവരും. എന്ത് സംഭവിക്കുമ്പോഴും നാം ചെല്ലേണ്ടത് അടിസ്ഥാനത്തിലേക്കാണ്. ഇത് എന്റെ മെത്തേഡല്ല, യേശുവിന്റെ മെത്തേഡാണ്. ഒരിക്കല് കർത്താവിന്റെ അടുക്കിലേക്ക് ചില വ്യക്തികൾ കടന്നു വന്നു. യഹൂദന്മാരാണ്. അവരുടെ ചോദ്യം ഇതാണ്: മോശ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ വിവാഹമോചനം എന്ന ആ ലെറ്റർ കൊടുത്തിട്ട് ഭാര്യ ഉപേക്ഷിക്കാമെന്ന്. ഒരു ഫാമിലി കൗൺസിലിങ്ങിന് വേണ്ടി, ഒരു കുടുംബത്തിന്റെ പ്രശ്നത്തിന് വേണ്ടി യേശുവിന്റെ അടുക്കലേക്ക് വരുന്നത്. ഉടനെ യേശു അതിനെ അവിടെ ഇട്ട് പരിഹരിക്കാതെ യേശു പോയത് ആദിയിലേക്കാണ്, ഉൽപ്പത്തിയിലേക്ക്. യേശു അവരോട് പറഞ്ഞു, ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. ഗ്ലോറി. ഉൽപ്പത്തി പുസ്തകമാണ് അടിസ്ഥാനങ്ങളുടെ പുസ്തകം. ആമേൻ. വെളിപ്പാട് പുസ്തകമാണ് ക്ലോസിംഗ് സെറമണി. ഗ്ലോറി ടു ഗോഡ്. മറ്റുള്ളതെല്ലാം അതിന്റെ ഇടയിലുള്ളതാണ്. എവിടെയെങ്കിലും ചില സംശയങ്ങൾ നമുക്കുണ്ടെങ്കിൽ ദൈവാത്മാവിന്റെ സഹായത്തോടെ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോവുക. കർത്താവ് പറയണ ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു. തുടർന്ന് കർത്താവ് തന്റെ കൗൺസിലിംഗ് ആദിയിൽ നിന്ന് ആരംഭിച്ചു. ഇന്നത്തെ സകല പ്രശ്നങ്ങളും വിഷയങ്ങളും കടന്നു വരുമ്പോൾ നാം കടന്നു പോകേണ്ടത് ഇന്നത്തെ വിഷയങ്ങളോ ഇന്നലെ പഠിപ്പിച്ചവരോ 10 വർഷം മുമ്പ് പഠിപ്പിച്ചവരോ 100 വർഷം മുമ്പ് ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചവരോ അല്ലെങ്കിൽ 200 വർഷം മുമ്പ് പഠിപ്പിച്ചവരോ അടുക്കലേക്കല്ല പോകേണ്ടത്, ആദിയിലേക്ക് പോവുക. ഗ്ലോറി. ഹല്ലേലൂയ. മനുഷ്യ ജീവിതത്തിലുണ്ടായ ഏറ്റവും ദാരുണമായ സംഭവമാണ് ആദത്തിന്റെ മരണം. ആദം ശിക്ഷാവിധിയിൽ വീണത്. ഏതാണ് ആ ശിക്ഷാവിധി? നിങ്ങളെല്ലാവരും ഉച്ചയ്ക്ക് ഊണ് കഴിച്ചല്ലോ അല്ലേ, ഭക്ഷണം കഴിച്ചല്ലോ അല്ലേ? ഈ ഭക്ഷണം കഴിക്കുന്ന ഒരു സുഖമുള്ള കാര്യമാണ് അല്ലേ? അതുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് തന്നെ പറയാം. ഒരു പ്രശ്നം ഉണ്ടാക്കിയത് ഭക്ഷണം കഴിച്ചതാണ്. പിശാച് ഒരു ഡിന്നർ വെച്ചു, ഹവയെ ഇൻവൈറ്റ് ചെയ്തു, ഹവ കഴിച്ചു, ആദത്തിനും കൊടുത്തു, സംഭവം പ്രശ്നമായി. സകല മാനവരാശിയും മരിക്കുവാനിടയായി ആദത്തിന്റെ ഉള്ളിൽ. എങ്ങനെയാണ് ആദത്തിന്റെ ഉള്ളിൽ മരിച്ചത് എന്ന് നിങ്ങൾക്കറിയാം. ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സകല മാനവരാശിയും ആദത്തിന്റെ ഉള്ളിലായിരുന്നു. എങ്ങനെ മനസ്സിലാക്കാം എന്ന് ചോദിച്ചാൽ എൻ്റെ വീട്ടിൽ നടന്നൊരു സംഭവം പറയാം. ഒരിക്കല് എനിക്കൊരു മോനും മോളുമാവുള്ളേ. എൻ്റെ മോളോട് ഞാൻ ചോദിച്ചു, ആരിൽ പഠിക്കുന്നു, ഹു ആർ യു? ഒരു കുസൃതി ചോദ്യം ചോദിച്ചതാ. അവൾ ഉടനെ എന്നോട് പറഞ്ഞത്,
I am a child of God, born by Shaji and Sheba. Before I came to this world, I was in the womb of my mother. ഞാൻ ഒരു ദൈവ പൈതലാണ്. ഷാജിനാലും ഷീബയാലും ഞാൻ ജനിക്കപ്പെട്ടു. ഞാൻ ഈ ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിലായിരുന്നു. നല്ല ഉത്തരവല്ലേ? ഒരു സ്ഥലത്തും ഒരു ഗ്യാപ്പും ഇല്ല, എല്ലാം ഫില്ല് ചെയ്തു ഒറ്റയടിക്കാൻ. എന്റെ ഭാര്യയായ ഷീബയോട് ഞാൻ ഇതേ ചോദ്യം ചോദിച്ചാൽ എൻ്റെ ഭാര്യയായ ഷീബ പറയും ഇതേ രീതിയിൽ, ഞാൻ ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പേ എൻ്റെ അമ്മയുടെ ഉദരത്തിലായിരുന്നു. ശരിയല്ലേ? ആ ഷീബയുടെ അമ്മേനോട് ചോദിച്ചാലോ? ഷീബയുടെ അമ്മ പറയും ഞാൻ ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് എൻ്റെ അമ്മയുടെ ഉദരത്തിലായിരുന്നു. ആ അമ്മയോട് ചോദിച്ചാലോ? ആ അമ്മ ഇതേ ഉത്തരം തന്നെ പറയും ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിലായിരുന്നു. അങ്ങനെ പോയി 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 അവസാനത്തെ വ്യക്തിയോട് ചോദിച്ചാല് അവസാനത്തെ വ്യക്തി പറയും ഞാൻ ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് ഹവ്വയുടെ ഉദരത്തിലായിരുന്നു. ശരിയല്ലേ? ഇനി ഹവ്വയോട് ചോദിച്ചാൽ എന്നാ പറയൂ? ഞാൻ ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ ആദത്തിന്റെ ഭാര്യയിലായിരുന്നു. മനസ്സിലായോ? ഗ്ലോറി. അപ്പൊ സകല മാനവരാശി എവിടെ ഉണ്ടായിരുന്നു? ആദത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നു. മനസ്സിലായോ? സകല മാനവരാശിയും ആദത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നു. ആദത്തിന്റെ ജീവിതത്തിൽ ഒരു ട്രാജഡി സംഭവിച്ചു. അത് മനുഷ്യവർഗത്തിന് മുഴുവനുള്ള ട്രാജഡി ആയി തീർന്നു. മനസ്സിലായോ? ഗ്ലോറി. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യം. ഒരു വിധി കർത്താവ് പിതാവ് പ്രഖ്യാപിച്ചു. എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. തിന്നുന്ന നാളിൽ നീ മരിക്കും. പറഞ്ഞേ, നാളിൽ മരിക്കും. തിന്നുന്ന നാളിൽ മരിക്കും. ഇതൊരു വിധിയാണ്. തിന്നുന്ന നാളിൽ നീ മരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമായത്. ഈ ഭക്ഷണം കഴിച്ചാൽ മരണം ഉറപ്പാണ്. ആദം കഴിച്ചോ? ആദം ദൈവം തിന്നരുതെന്ന് പറഞ്ഞത് തിന്നു. കാരണം ആദത്തെ പിശാച് തള്ളി സർപ്പത്തിലൂടെ ഹൗവയിലൂടെ ആദത്തിന്റെ സ്വയത്തിലേക്ക് നയിച്ചു, ആദത്തിന്റെ സെൽഫിലേക്ക് നയിച്ചു. ആദത്തെ ദൈവമാക്കിയിരുന്നത് ദൈവരാജ്യത്തിലാണ്. ദൈവത്തിന്റെ ഇഷ്ടം ആദത്തിലൂടെ സംഭവിക്കണം. പക്ഷേ ആദം തൻ്റെ സ്വന്തം രാജ്യത്തിലേക്ക് പോയി. സ്വന്തം രാജ്യം എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടം. അവനവൻ്റെ ഇഷ്ടങ്ങളാണ് അവനവൻ്റെ രാജ്യം. നമ്മുടെ ഇഷ്ടം സംഭവിക്കുന്ന മേഖലയാണ് നമ്മുടെ രാജ്യം. ദൈവ ഇഷ്ടം സംഭവിക്കുന്ന മേഖലയാണ് ദൈവരാജ്യം. ഗ്ലോറി. ആദത്തിന്റെ രാജ്യത്തിലേക്ക് പോയി. ആദം തനിക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അത് ആദത്തിന്റെ രാജ്യമല്ല, ഹൗവയുടെ രാജ്യമായിരുന്നു. ഹൗവ പറഞ്ഞതാണ് ആര് ചെയ്തത്? ആദം ചെയ്തേ. ഹലോ, പിടുത്തം കിട്ടിയോ? ഒന്നുകൂടി നന്നായിട്ട് പറഞ്ഞാൽ അത് ഹൗവയുടെ രാജ്യമല്ല, അത് സർപ്പത്തിന്റെ രാജ്യമായിരുന്നു. അമ്മേ, സർപ്പം പറഞ്ഞാണ് ഹൗവ ചെയ്തേ. കുറച്ചും കൂടി നന്നായിട്ട് പറഞ്ഞാൽ, വളരെ വളരെ നന്നായിട്ട് പറഞ്ഞാൽ സർപ്പത്തിന്റെ രാജ്യമല്ല, അത് ഇൻവിസിബിൾ ഡെവിൾ, അദൃശ്യനായ പിശാചിന്റെ രാജ്യമായിരുന്നു അത്. കാരണം പിശാചിന് ഈ സർപ്പം തന്റെ ബോഡി ലീസിന് കൊടുത്തതാണ്. പാമ്പ് തന്റെ ബോഡി കൊടുക്കാൻ തയ്യാറായത് കൊണ്ടാണ് അദൃശ്യനായ സർപ്പത്തിന് ദൃശ്യമായി വെളിപ്പെടാൻ പറ്റിയത്. ഗ്ലോറി. ഹല്ലേലൂയ. പിശാചിനെ കാണാൻ പറ്റുമോ?
ചിലർ ചിന്തിക്കുന്നുണ്ട് എൻ്റെ വീട്ടിലെ കാര്യമൊക്കെ ചിലർ ചിന്തിക്കണേ. അതല്ല ഇവിടെ പറഞ്ഞേ. ശരി, ഒറിജിനൽ, പക്ഷെ അതിനെ കാണാൻ പറ്റില്ല. ആമേൻ. പ്രിയരെ, മടക്കയാത്ര എന്ന ഈ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ആഴ്ച മുതൽ ഇതേ ചാനലിൽ കടന്നു വരുവാനായിട്ട് ഇടയാകും. നിങ്ങൾ ആരും ഇത് മിസ് ചെയ്യരുത്. വളരെ പ്രധാനപ്പെട്ട ജീവിതത്തിൻ്റെ മറ്റൊരു ഉയർന്ന ആത്മീയ തലത്തിലേക്ക് കടത്തിവിടുന്ന ഈ വചനങ്ങൾ ഒരു എപ്പിസോഡ് പോലും മുടങ്ങാതെ നിങ്ങൾ പ്രത്യേകിച്ച് ഇത് വാച്ച് ചെയ്യുവാൻ, ജീവിതത്തിൽ അത് പ്രാവർത്തികത്തിൽ കൊണ്ടുവരുവാൻ പ്രത്യേകം ഓർപ്പിക്കുകയാണ്. പ്രിയരെ, നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വകീയ പിതാവേ, അപ്പോൾ അങ്ങയുടെ വചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളുമായി ഞങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. ഈ വചനം ഈ കുഞ്ഞുങ്ങളുടെ ഓരോരുത്തരുടെ ഉള്ളിൽ വീണ് അങ്ങ് ആഗ്രഹിക്കുന്ന ഫലം കൊടുക്കുവാൻ ഈ മക്കളെ സഹായിക്കണം. ഇവരുടെ സകല ആത്മീക ഭൗതിക വിഷയങ്ങളുടെ പേരും അങ്ങയുടെ കരം നീട്ടുവാൻ ഇടയാകണം. ഇപ്പോൾ രോഗികളായിരിക്കുന്നവരുടെ മേൽ അങ്ങ് തൊടുവാനിടയാകണം. യേശുവിൻ്റെ സൗഖ്യം ഇപ്പോൾ ജനം പ്രാപിക്കുവാനിടയാകട്ടെ. പ്രിയ പിതാവെ, അങ്ങനെ ചെയ്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ സമാധാനം ഇവരുടെ മേൽ കൽപ്പിക്കുന്നു. ഇവരൊരു അനുഗ്രഹ വിഷയമായി തീരട്ടെ. പ്രിയരെ, ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. അടുത്ത ആഴ്ച ഈ സന്ദേശം ശ്രവിക്കാൻ മറക്കരുത്. ഗോഡ് ബി വിത്ത് യു. പ്രൈസ് ഗാഡ്. ഈ എപ്പിസോഡിന്റെ അല്ല എങ്കിൽ ഈ സന്ദേശത്തിന്റെ മുഴുവൻ സിഡിയോ ഡിവിഡിയോ വാങ്ങുവാൻ താല്പര്യമുള്ളവർ കേരളത്തിലോ ഗൾഫിലോ ഉള്ള താഴെ പറയുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്ന ദൈവവചന ശുശ്രൂഷ പ്രാർത്ഥനാലയം ഗോസ്ബൽ സെന്റർ എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ. യേശുനാഥൻ മാറ്റും നിന്റെ വേദന പാപത്താലും